ഹലോ ഗായ്സ്. അപ്പോൾ ഇന്ന് നമുക്കൊരു കല്യാണമുള്ളൊരു ദിവസമാണ് കേട്ടോ. കല്യാണത്തിന് പോകണം. ചേട്ടൻ്റെ കൂട്ടുകാരൻ്റെ കല്യാണമാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് വളരെ ചുരുക്കത്തിൽ മാത്രമേ കഴിച്ചിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനും ചേട്ടനും പെട്ടെന്ന് തന്നെ റെഡിയായി. കുട്ടികളെയൊക്കെ ക്ലാസ്സിൽ വിട്ടിട്ടുണ്ടായിരുന്നു. ഞാനും ഏട്ടനും മാത്രമേ പോകുന്നുള്ളൂ. അപ്പോൾ ചെന്ന ഉടനെ വെൽക്കം ഡ്രിങ്കൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു ഈ ഒരു കല്യാണത്തിന് പോകാൻ. കാരണം ഒരുപാട് നാളുകൾ കൂടിയാണ് കൂട്ടുകാരൊക്കെ ആയിട്ട് ഒരുമിച്ചൊരു പരിപാടി കൂടുന്നത് കേട്ടോ. ഇപ്പോഴും ഒരാൾ മിസ്സാണ്. ഞങ്ങൾ 6 പേരിൽ 5 പേര് മാത്രമേ ഉള്ളൂ, ഒരാളില്ല. എന്തായാലും എന്താ സ്റ്റേജിൽ തകർക്കുകയാണ് കേട്ടോ. നല്ല പാട്ടും മേളമൊക്കെ ആയിട്ട് നല്ല തകർക്കുകയാണ്. അങ്ങോട്ട് അടുക്കാനേ പറ്റുന്നില്ല. എന്തായാലും കുറേ നാളായിട്ട് ഈ ബിരിയാണി ഫ്രൈഡ് റൈസൊക്കെ കഴിച്ചിട്ട് ഒരു ഡിഷൊക്കെ കഴിക്കുമ്പോൾ നല്ലൊരു സുഖം ഉണ്ടായിരുന്നു. നല്ല ഫുഡായിരുന്നു. വന്നതേ ചായയൊക്കെ കുടിച്ച് ക്ഷീണമൊക്കെ മാറി രാത്രിത്തേക്കുള്ള പണിയിലേക്കൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അമ്മച്ചി നല്ല കുഞ്ഞൻ മത്തി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ എന്താ കറി വയ്ക്കാൻ വേണ്ടിയിട്ട് റെഡി ആക്കുകയാണ്. സവാളയൊക്കെ അരിഞ്ഞു. പിന്നെ എന്താ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നല്ല പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടാണ് കേട്ടോ കറിക്കിടുക. അല്ലെങ്കിൽ കുട്ടികൾ അതൊക്കെ പിറക്കി കളയും. അപ്പോൾ വയറ്റിലെത്തിക്കാനുള്ള ഒരേ ഒരു മാർഗ്ഗം ഇതാണ്. പിന്നെ പച്ചമുളകും വേപ്പിലയും എടുത്തിട്ടുണ്ടായിരുന്നു. തേങ്ങ അരച്ചാണ് വയ്ക്കുന്നത്. അപ്പോൾ കുട്ടികൾക്ക് കൊടുക്കാനും എളുപ്പമാണല്ലോ. അപ്പോൾ തേങ്ങയൊക്കെ ചിരണ്ടിയെടുത്തു. ആവശ്യത്തിന് മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ചെടുത്തു കേട്ടോ. പിന്നെ പെട്ടെന്ന് തന്നെ കറി വയ്ക്കാനായിട്ട് റെഡിയാക്കുകയാണ്. സവാളയൊക്കെ മുരിഞ്ഞ് വരുമ്പോൾ കുറച്ച് ഉപ്പിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മുരിഞ്ഞ് കിട്ടും സവാളയൊക്കെ. അപ്പോൾ സവാളയൊക്കെ മുരിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മിക്സ് ഇട്ട് കൊടുക്കുക. ആ പുളിവെള്ളം ഇട്ട് കൊടുത്ത് നന്നായി തിളച്ച് വന്നതിന് ശേഷം മാത്രം നമ്മൾ കുഞ്ഞൻ മത്തിയൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ നന്നായിട്ട് വറ്റി എണ്ണ തെളിഞ്ഞ് വരുമ്പോൾ നമുക്ക് ഓഫാക്കും. കറി പെട്ടെന്ന് തന്നെ റെഡിയാവും. കുറച്ച് വറക്കാനും മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും വറുത്തത് ഭയങ്കര ഇഷ്ടമാണ്. എന്തായാലും ഒരു ഇടക്കാല ആശ്വാസത്തിന് ഇപ്പിയൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ, ബൈ.